ഇന്ന് നമ്മൾ ചീരച്ചേമ്പാണ് തോരൻ വെക്കണത്. അപ്പോൾ നമ്മുടെ ചീരച്ചേമ്പാണിത് കണ്ടോ. ഇതിൻ്റെ ഇലയും തണ്ടും നമുക്ക് തോരൻ വെക്കാവേ. ഇതിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞത് കണ്ടോ, ഇല ഈ ഇല പോലെയല്ല നമ്മുടെ ചീമച്ചേമ്പിൻ്റെ ഇല. കണ്ടോ, സൈഡൊക്കെ ഇങ്ങനെ നല്ലൊരു വ്യത്യാസമുണ്ട്. നമ്മുടെ ചീമച്ചേമ്പിൻ്റെ ഇല കണ്ടോ, ഇവിടെ ഇങ്ങനെ ഒരു വ്യത്യാസമുണ്ട്. അപ്പോൾ നമുക്ക് ചേമ്പിൻ്റെ ഇല തിരിച്ചറിയാനുള്ള ഒരു അടയാളമാണ് ഇത്. ഈ ഒരു തണ്ടിൻ്റെ കളറും അല്ല നമ്മുടെ ചീരച്ചേമ്പിനുള്ളത്, ചെറിയൊരു കളർ വ്യത്യാസമുണ്ട് കണ്ടോ. ഇത് ഞാൻ ഒരുപാട് തവണ പല സ്ഥലത്തും കൊണ്ട് നട്ടിട്ട് പിടിക്കാതെ ലാസ്റ്റ് എനിക്ക് പിടിച്ച് കിട്ടിയതാണ് ഇത്. നമ്മൾ തൊഴിലുറപ്പിനൊക്കെ പോകുന്ന സമയത്ത് പല വീടുകളിൽ നിന്നും എൻ്റെ കൂട്ടുകാരൻ എനിക്ക് തന്നു വിട്ടിട്ടുണ്ട്. ചിലരൊക്കെ കൊണ്ടുവന്ന് നട്ട് തന്നിട്ടുണ്ട്, എന്നിട്ടും പിടിച്ചിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ ലാസ്റ്റ് നമുക്കൊരു ചീരച്ചേമ്പ് പിടിച്ച് കിട്ടിയതാണ്. അപ്പോൾ ഇന്ന് നമുക്ക് ഇതിൻ്റെ തണ്ടെടുത്തിട്ട് കറി വെക്കാവേ, തോരൻ വെക്കാം. നമ്മുടെ ചേമ്പുംതാളിൻ്റെ പകുതി അരിഞ്ഞപ്പോൾ തന്നെ നമുക്ക് ആവശ്യത്തിനുള്ളതായിട്ടുണ്ട്. അതിലേക്ക് നമ്മൾ ചെറിയൊരു സവാളയും 2 പച്ചമുളകും കുറച്ച് ഉപ്പ് മഞ്ഞൾപ്പൊടിയൊക്കെ ചേർത്ത് ഒന്ന് ഇളക്കി വെച്ചിട്ടുണ്ട്. എണ്ണയിലേക്ക് കടുകിട്ട് നമ്മൾ അരിഞ്ഞ് വെച്ചിട്ടുള്ള ചേമ്പുംതാൾ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഒന്ന് കൊത്തി മൂടി വെച്ച് കൊടുക്കാം. ഒന്ന് വാടുമ്പോൾ തന്നെ ഇത് വെന്ത് വരും കേട്ടോ, വലിയ വേവൊന്നുമില്ല. അപ്പോൾ ചേമ്പുംതാളിലേക്ക് നമ്മൾ ഉപ്പൊക്കെ ചേർക്കുമ്പോൾ കുറച്ചേ ചേർക്കാവുള്ളൂ. നമ്മൾ അരിഞ്ഞു വെച്ചപ്പോൾ കണ്ടത്രയൊന്നും ഉണ്ടാവില്ല വെന്ത് വരുമ്പോൾ. അങ്ങനെ നമ്മൾ അടിപൊളി ചേമ്പുംതാൾ തോരൻ റെഡി.